ഞാൻ എജി. അസ്സലാമു അലൈക്കും. പുതിയ സ്റ്റോക്ക് സീഡിങ്സിൻ്റെ കോംബോ ആണ് കേട്ടോ. കോംബോ ആയിട്ട് നമ്മൾ 5 പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. മിനിമം 5 എണ്ണം 650 രൂപയാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ബാച്ചിലുള്ളത്. പ്ലാന്റൊക്കെ നല്ല ഗ്രീൻ റൂട്ടഡ് ആണ്. ആൾ പ്ലാന്റും ടാഗോട് കൂടിയിട്ടുള്ളതാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള നെയിമും നമ്മൾ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് ഒന്ന് കണ്ടാലോ. ഇതുപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ 10 എണ്ണം ആണെങ്കിൽ ഫ്രീ ഷിപ്പായിട്ടും മിനിമം 5 എണ്ണം 650 രൂപ ആയിട്ടും നമ്മൾ കൊടുക്കുന്നത്. 20 പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ റൈറ്റിലും സൈസിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഡെൻഡ്രോബിയം വെറൈറ്റീസ്, നോർമൽ വെറൈറ്റീസൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും. നമ്മളെ ട്വിസ്റ്റ് അതേപോലെ പ്രീമിയം വെറൈറ്റി ഒക്കെയാണ് അതിൻ്റെ ഒരു സൈസിൽ വേരിയേഷൻ കാണാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റൊക്കെ ആവശ്യത്തിന് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കൊരു ഏത് ബിഗിനർക്കാണെങ്കിലും ഒരു കുഞ്ഞ് ഓർക്കിഡ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ് കേട്ടോ. ഇതുപോലെ 5 പ്ലാന്റൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ചിട്ട് വല്ല ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും പോട്ടിങ്ങിനെ കുറിച്ചിട്ടോ കയറിങ്ങിനെ കുറിച്ചിട്ടോ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 10 പ്ലാന്റ് ഞാൻ ഇതുപോലെ അതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 പ്ലാന്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും ബുഷി ആയിട്ടുള്ളതും നല്ല ഗ്രീൻ റൂട്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രോങ് ആണ്. സാധാ കിക്കീസ് അല്ല, കുഞ്ഞു കിക്കീസ് ഒന്നുമല്ല. നമുക്കൊരു 1 ഇയർ ഏജ് ആയിട്ടുള്ള സീഡിങ്സ് ആണ് കേട്ടോ. അപ്പം നമ്മളെടുത്തിപ്പോൾ 35 കളേഴ്സ് തന്നെ നമ്മളെടുത്തിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 20 കളേഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 20ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും. ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടാകുമ്പോൾ ടോട്ടൽ 21 കളേഴ്സ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടോ അത്രയും നല്ല പ്ലാന്റുകളാണ് ഈ ഒരു ബാച്ചിൽ എത്തിയിട്ടുള്ളതൊക്കെ. അത്രയും ബുഷി ആയിട്ടുള്ളതും നല്ല ലീഫും സ്റ്റെമ്മും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആൾ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. മൺഡേ മുതൽ ടേസ്റ്റ് വരെയാണ് നമ്മുടെ കൊറിയർ ഉള്ളത് കേട്ടോ. നമ്മൾ അറിയാലോ. പിന്നെ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൺഡേ ഒരു ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൺഡേ മുതലും ടേസ്റ്റ് വരെയാണ് നമ്മൾ കൊറിയർ ചെയ്യാറുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത് നമ്മൾ ഒന്നെങ്കിലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയോ അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ് കേട്ടോ. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. കൊറിയർ ആണെങ്കിൽ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അതേ വർഷം നാളെ തന്നെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അധിക വർഷം നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാറുണ്ട്. നമ്മൾ ഓൺലൈൻ ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ്, എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. ഒത്തിരി ഏജുള്ള അമ്മമാരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ഫോൺ ഞാൻ ബിസി അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ ഒരു സൈസ് കണ്ടോ, അത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു ബാച്ചിലുള്ള എല്ലാ കളേഴ്സും. പിന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഒരു ഗ്രീൻ റൂട്ടായിട്ടുള്ള പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ UV ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഫെർട്ടിലൈസർ ആണെങ്കിലും ഫ്ലവറിങ് ഫെർട്ടിലൈസറൊക്കെ ആണെങ്കിലും നമ്മളതൊക്കെ മാറി മാറി കൊടുക്കാറുണ്ട്. അപ്പോൾ ഓർക്കിഡ് ചെടി നമ്മൾ കൊടുക്കണ കെയറിങ് എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ആവശ്യത്തിന് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം. ഡയറക്റ്റ് വെയിലല്ല, ഒരു വെയിലും മഴയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഹാങ് ചെയ്ത് വെച്ച് വളർത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലതാണ്. പിന്നെ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ. രാവിലെയാണെന്നുണ്ടെങ്കിൽ എന്നും വെള്ളം നനച്ചു കൊടുക്കുക. ഈ ഒരു മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം നനക്കണ്ട. നമുക്ക് നല്ലൊരു പുറത്തുള്ളൊരു ഈർപ്പൊക്കെ നമ്മളെ ചെടിയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 1.5 ടൊക്കെ നനച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ ഒരു പോട്ടിങ് മീഡിയം എന്ന് പറഞ്ഞാൽ ചാർക്കോൾ വെച്ച് പോട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. ചകിരിയുടെ ഒരു ലൈഫ് ഒരു 6 മാസമാണ്.
അപ്പോൾ നമ്മളത് മാറ്റി സാഫിലൊക്കെ വെച്ച് നമ്മൾ ഫുള്ള് ചാർക്കോളൊക്കെ വെച്ച് നമ്മൾ റീപോർട്ട് ചെയ്തെടുക്കുക. റീപോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ മൂട് ഭാഗം വല്ലാതെ താഴ്ചയിൽ പോവാതെ മൂട് ഭാഗം മുകളിൽ ഇരിക്കുന്ന രീതിക്ക് റീപോർട്ട് ചെയ്യാം. റൂട്ട് എപ്പോഴും താഴ്ചയിൽ പോകരുത് കേട്ടോ. പിന്നെ നല്ലൊരു ടൈറ്റ് ഭാഗം കൂടെ ഒരു ടൈറ്റും കൂടി നമ്മളൊന്ന് ഫീൽ ചെയ്യണം. എപ്പോഴും ഒരു ചെടി പോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ പിടിച്ചു നോക്കണം. അപ്പം തന്നെ ആ ഒരു ചെടിക്ക് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അതും കൂടി ഒന്ന് കെയർ ചെയ്തിട്ട് നല്ലതായിട്ട് പോട്ട് ചെയ്യാം. ഒരുമാതിരി ചെടികളൊന്നും ഓർക്കിഡ് പോവൂല. ഇനി വല്ല ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാഫ് ഇൻസെക്ടിസൈഡോ സാഫ് ഫംഗസൈഡ് നമ്മൾ മാസത്തിൽ ഒരു വട്ടം നിർബന്ധമായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക, കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുക ഈ ഒരു മഴക്കാലത്ത് കേട്ടോ. ആവശ്യത്തിന് വെയിലും മഴയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെടി പോട്ട് ചെയ്ത പാടന്നെ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ മഴയത്ത് കൊണ്ടുവെക്കാതിരിക്കുക. അതേപോലെ നല്ല വേനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേനലിലും വെക്കാതിരിക്കുക. കുറച്ച് നമ്മളൊരു ഷെയ്ഡ് കൊടുത്ത് ഒന്ന് റൂട്ടൊക്കെ ഡെവലപ്പ് ആയതിൻ്റെ ശേഷം മതി നിങ്ങൾക്ക് ഏത് ഏരിയയിലോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഏരിയയിൽ കൊണ്ടുവെക്കുക കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മെച്ചോർഡായിട്ടുള്ള ബഡ് പ്ലാന്റ് നമ്മളിപ്പോൾ റിഡക്ഷൻ സെയിലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഗ്രീൻ റൂട്ടഡും നല്ല മെച്ചോർഡായിട്ടുള്ള മദർ പ്ലാന്റ് ആണ്. മുന്നേ ഇതൊക്കെ നമ്മൾ 450 550 ഒക്കെ കൊടുത്തിരുന്ന പ്ലാന്റുകൾ അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. ഇപ്പം ഇതെല്ലാം നമ്മൾ 300 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പ്ലാന്റിലെല്ലാത്തിലും റൂട്ട് ബഡുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതുതായിട്ടൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓർക്കിഡ് 1 2 ഒക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് പൂക്കൾ കാണും ചെയ്യും, ചെടി ഒന്ന് പെട്ടെന്ന് പിടിച്ചു കിട്ടും ചെയ്യും കേട്ടോ. ഏത് ബിഗിനർ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നമ്മളെ ഈ ഒരു ഡെൻഡ്രോബിയം. ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാം നമ്മളെ ഡെൻഡ്രോബിയോ വാങ്ങിച്ചു വെക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഒരു ഓർക്കിഡ് ഗാർഡനിലൊക്കെ ഏത് ടൈമിലും പൂക്കളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. നമ്മളെ ഗാർഡനിലൊക്കെ ഒരു ഓർക്കിഡൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വിലയും ഒരു ഫീലും തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റാണ് തൊലുമിന. തൊലുമിന കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളായിരിക്കും, എന്നാലും നല്ല ഫ്ലവർ ആയിരിക്കും, നല്ല കളർഫുൾ പൂക്കളോട് കൂടിയിട്ടുള്ള ഈ തൊലുമില കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് നമുക്ക് വുഡ് മൗണ്ട് ഒക്കെ ചെയ്തിട്ടും നമുക്ക് ചട്ടിയിൽ പോട്ട് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ 5 കളേഴ്സ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു കോംബോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഏത് പ്ലാന്റാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.